ബാൽക്കണി വീട്ടില് എന്റെ ജീവിതത്തിൽ വലിയ ഏറ്റവും വലിയ സന്തോഷപ്രദമായ ദിവസമാണ് ഇന്ന്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് തൃപ്പൂണിത്തുറ ശ്രീ പൂർണ്ണേത്രേശ്വര ക്ഷേത്രത്തിന്റെ മുന്നിലാണ്. അപ്പൊ അമ്പലത്തിനകത്തുള്ള കാഴ്ചകളും ആനയ്ക്ക് കുറെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ കുറെ പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാരൊക്കെ വരുന്നുണ്ടെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അമ്പലത്തിനകത്ത് നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഓക്കെ. കണ്ടോരു കുന്തികുമാരകൻ സന്തുഷ്ടനായി നിന്നു തെല്ലുനേരം മുതാ. അന്തികെ കണ്ടോരു കുന്തികുമാരകൻ സന്തുഷ്ടനായി നിന്നു തെല്ലുനേരം മുതാ. സന്തുഷ്ടനായി നിന്നു തെല്ലുനേരം മുതാ. പാട്ടും കളികളും പർവ്വതാന്തേ മുതാ. പാട്ടും കളികളും പർവ്വതാന്തേ മുതാ. പാട്ടും കളികളും പർവ്വതാന്തേ മുതാ. പാട്ടും കളികളും പർവ്വതാന്തേ മുത. പാട്ടും കളികളും പർവ്വതാന്തേ മുത. കേട്ടും വിലോകനം ചെയ്തും കേട്ടും വിലോകനം ചെയ്തും ഗമിക്കുന്ന ഈശ്വരൻ ശ്രീ മഹാദേവന്റെ വിജയനജാതന. ശ്രീ ഹനുമാൻ മുത വാണരുളിയിടുന്ന. ശ്രീ ഹനുമാൻ മുത വാണരുളിയിടുന്ന. ശ്രീ ഹനുമാൻ മുത. ശ്രീ ഹനുമാൻ മുത വാണരുളിയിടുന്ന. ശ്രീ ഹനുമാൻ മുത വാണരുളിയിടുന്ന. എന്റെ ജീവിതത്തിൽ വലിയ ഏറ്റവും വലിയ സന്തോഷപ്രദമായ ദിവസമാണ് ഇന്ന്. കാരണം തുള്ളൽ കൂടി അറിയപ്പെടുകയും പിന്നെ അവർ സിനിമാ രംഗത്ത് അറിയപ്പെടുകയും ചെയ്ത ഏറ്റവും വലിയ രണ്ട് കലാകാരികൾ ഒത്തുകൂടാൻ പൂർണ്ണത്രേശ്വരൻ അവസരം അനുവദിച്ചു. വളരെ സന്തോഷം. അവർ രണ്ടുപേർക്ക് ഞാൻ അറിയിക്കുകയാണ്. നമ്മള് അവിടെ നിന്ന് നടന്ന് നമ്മളിപ്പോ നമ്മളെന്താ പറയാ പൂർണ്ണപ്രേക്ഷ അമ്പലത്തിന്റെ ഉള്ളിലെത്തി നമ്മള്. അപ്പൊ ഇവിടെ അതെന്താ പറയാ ഓട്ടം ഉള്ളിൽ നടക്കുന്നില്ല. ഏതാ കഥ വന്ന് കല്യാണ സൗകര്യം. അപ്പൊ പാപ്പ ഇവിടെ മറ്റേ ഈ കൊട്ടാരത്തിലുള്ളവർക്ക് കാണാനുള്ള അവിടെ പന്തലൊന്നും പറഞ്ഞു അവിടെ വന്നുല്ലേ വന്നുല്ലേ. അല്ലെങ്കിൽ അവിടെ മറ്റേ അമ്മച്ചി പറഞ്ഞ് കാണാനുള്ള ആർക്ക് ഭാര്യമാർക്ക് കാണാനുള്ള അവർക്ക് ആൾക്കാരുടെ അല്ലാതെ നിൽക്കാൻ പറ്റിയല്ല. മുകളിൽ നിന്ന് കാണാൻ പറ്റും. ഇവിടെ വയ്ക്കത്ത് കൊള്ളക്കറില്ല. ഇതൊക്കെ പണ്ട് കാലത്ത് പണി നായകന്മാരുടെ കാലത്ത് പണിയാ അല്ലേ? അത് എന്തായിരിക്കും അതില് ഉണ്ടാക്കിയിട്ടുള്ളത്? പണിക്കാരുടെ ഓരോ ഭാവനകൾ. അല്ല, അതിലുണ്ടായിരുന്ന മെറ്റീരിയൽ ചുണ്ണാമ്പ് അങ്ങനെ കല്ല് ചുണ്ണാമ്പ് വഴി എല്ലാം ഉണ്ട്. അങ്ങനെ കൂടി അറിയാൻ പറ്റുന്നുണ്ട്. സിമെന്റ് ഇല്ലാന്ന് അത് ശരിക്കും അറിയാൻ പറ്റുന്നത്. നല്ല രസമായിരുന്നു ഒരു കൊത്തുപണികളൊക്കെ അല്ലേ? സ്റ്റൈലായിട്ട് പണിതവര്. അന്നത്തെ കാലത്തിന് എത്ര നല്ല എഞ്ചിനീയർമാരൊന്നും ഇല്ലാന്ന്. അതന്നെ അവരെ എഞ്ചിനീയർമാർ. എന്നിട്ട് ഇത്ര ഗംഭീരമായിട്ട് പണിതിട്ടുണ്ട്. ഉടമസ്ഥനെ പോലെ അല്ലേ? അത് ചോദിക്കാൻ പോയത്. സൈഡിലേക്കിട്ടാ പോണ അവിടെ.
ചാടയ്യപ്പൻ ആണത്തിടം പറ്റിയാണ്. ബാൽക്കണി വീട്ടില് വീട്ടിലാണ് നമ്മുടെ വീടിന്റെ ബാൽക്കണി എന്ന് കഴിഞ്ഞാല് മറ്റേ ഏതോ നടക്കില്ല. ആനകൾ തന്നെ വരി വരിയായിട്ട് പോണത് പോണതാണ് കാണാം അല്ലേ? അതെ ആ അതെ അതെ. അതെ നമുക്ക് ആനം ചെയ്യാം. അപ്പൊ നമ്മള് പൂർണ്ണത്രേശ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി എന്നിട്ട് നമ്മള് അവിടെ നിന്ന് വെളിയിലേക്ക് കിടന്ന് ഇവിടെ കുറച്ച് ആനേനെ കെട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആനേനെ കാണാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആനനെ കാണാൻ വേണ്ടി ഉള്ളിലേക്ക് കയറാൻ ഒരു രക്ഷയില്ല. ഗേറ്റ് ഇട്ടിരിക്കുകയാണ്. അകത്ത് ആനയുണ്ട്, അകത്ത് ആനയുണ്ട്, കുളിപ്പിക്കലും പരിപാടിയൊക്കെ കാണാനൊന്നും പറ്റില്ല, അകത്ത് കയറാൻ പറ്റില്ല. ആനപ്രേമികൾക്ക് ഒരു സങ്കട വാർത്തയാണ് അതൊക്കെ. അതെ, ആനപ്രേമികൾക്ക് വരെ സങ്കടകരമായ വാർത്തയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ താമരക്കുളങ്ങര പറഞ്ഞൊരു അമ്പലം ഉണ്ട് ഇവിടെ. ആ അമ്പലത്തിൽ കുറച്ച് ആനകൾ തന്നെ അവിടെ ഉണ്ട്. പക്ഷെ അത് ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട്. നടക്കാൻ ഇച്ചിരി സമയം എടുക്കും. നടക്കാൻ പോകാൻ പറ്റില്ല, വണ്ടിയായിട്ട് പോകാൻ വേണ്ടി. പിന്നെ അത് മാത്രമല്ല അല്ലേ അപ്പേ ഞായറാഴ്ച ആയതുകൊണ്ടെന്നേ നല്ല തിരക്കാ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട്. അതുപോലെ നമ്മുടെ അമ്പലത്തിന്റെ ഉള്ളില് മറിമായ എന്ന സീരിയലത്തിലത്തെ മറ്റേ മണ്ടോദരി, അതുപോലെ തന്നെ അവരുടെ ഹസ്ബൻഡ് ഒക്കെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ചാക്യാർ കുത്ത് കണ്ട് സ്നേഹ ശ്രീകുമാർ അവര് ഉള്ളിൽ അത് ഓട്ടംതുള്ളിൽ കാണാൻ വേണ്ടി. ഏതാണ് കല്യാണ സൗഗന്ധികം കഥ കണ്ടിട്ടാ. പിന്നെ കല്യാണ സൗഗന്ധികം കഥയാണത്. അതാണ് ഓട്ടംതുള്ളിൽ. അല്ല കഥ വാപ്പ പറഞ്ഞിരുന്നു. അടിപൊളി വീഡിയോ ആണ് എടുത്തത്. അതെ നമ്മളിപ്പോ ഇവിടെ എത്തി. നമ്മളിപ്പോ നടന്ന് അമ്പലത്തിന്റെ പുറത്തു കൂടെ ഇറങ്ങിയപ്പോ അമ്പലത്തിന്റെ പുറത്തു കൂടെ നടന്ന് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ ഒരു മൂന്നുംകൂടി ജംഗ്ഷൻ ആണ് ഇപ്പൊ. മൂന്നുംകൂടി അതന്നെ എന്താ പറയല് മൂന്നുംകൂടിയ ജംഗ്ഷൻ. പീടിയല്ലേ, മുക്കല്ലേ? അത് മുക്കിലെ പീടി, അതൊക്കെ വേറെ സ്ഥലത്തുള്ള ഒരു പേര്. അതെ. അപ്പൊ എന്തായാലും കാഴ്ചകളൊക്കെ അതിമനോഹരം. തൃപ്പൂണിത്തുറ അമ്പലത്തിക്ക് അടിപൊളി. ശ്രീ പൂർണ്ണത്രയോദശ ക്ഷേത്രത്തിലെ കാഴ്ചകൾ അതിമനോഹരമായ തിരക്കാട്ടോ, നല്ല തിരക്കാണ്. പിന്നെ സൺഡേ ആയതുകൊണ്ട് ഞായറാഴ്ച ഒത്തിരി തിരക്കുമാണ്, ആൾക്കാർ ഇഷ്ടം പോലെയാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.